செய்தியை பார்க்கிறோம். முண்டக்கை பகுதியில் மீட்பு பணிகளில் சவால் நீடிக்கிறது. கனமழையால் சாலைகள் துண்டிக்கப்பட்டதால் மீட்பு பணி சவாலாக இருப்பதாக மீட்புப் படை வீரர்கள் தகவல் தெரிவித்துள்ளனர். வயநாட்டில் முதலாவதாக நிலச்சரிவு ஏற்பட்ட முண்டக்கை பகுதியில் மீட்புப் பணிகள் சவாலாக உள்ளதாக தெரிவித்துள்ளனர். கனமழையால் சாலைகள் துண்டிக்கப்பட்டதால் மீட்புப் பணி சவாலாக இருப்பதாக மீட்புப் படை வீரர்கள் தகவல் தெரிவித்திருக்கின்றனர். வயநாட்டில் அடுத்தடுத்து ஏற்பட்ட நிலச்சரிவால் உயிரிழந்தோரின் எண்ணிக்கை 100ஐ தாண்டும் அச்சம் ஏற்பட்டிருக்கிறது. இந்நிலையில் முண்டக்கை பகுதியில் கயிறு கட்டி பாதிக்கப்பட்டவர்களை மீட்கும் பணிகள் தீவிரமாக நடந்து வருகின்றன. இது தொடர்பாக கேரள முதல்வர் பினராயி விஜயன் செய்தியாளர்களை சந்தித்து வருகிறார். அதனை நேரலையில் பார்க்கலாம். 35 ട്രെയിൻഡ് അംഗങ്ങളും 86 സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. NDRFിൻ്റെ 60 അംഗ ടീമിൽ ഇതിനകം തന്നെ അവർ വയനാട്ടിലെത്തിയിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. DSCയുടെ 64 പേരടങ്ങുന്ന ടീം വയനാട് എത്തിയിട്ടുണ്ട്. 89 പേരുടെ ടീം പുറപ്പെട്ടിട്ടുമുണ്ട്. മറ്റൊരു DSC ടീം കണ്ണൂരിൽ സജ്ജമാണ്. സുലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട എയർഫോഴ്സിൻ്റെ 2 ചോപ്പറുകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് നിൽക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം മഴ കുറച്ച് മാറിയപ്പോൾ ഈ അവസ്ഥയിൽ വീണ്ടും ആ ശ്രമം തുടരാൻ പറ്റുമെന്നുള്ളത് ഒന്നുകൂടി അവരുമായി ബന്ധപ്പെടുന്നുമുണ്ട്. ഇതുകൂടാതെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിനായും ETF ആർമിയുടെ ഒരു ടീമിനായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടീമിനായും റിക്വസ്റ്റ് നൽകിയിട്ടുമുണ്ട്. കൂടാതെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 30 പേരടങ്ങുന്ന NDRF ടീമുകളെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. ആരക്കോണത്ത് നിന്നുള്ള സംഘം പാലക്കാട്ടേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല IG, DIG എന്നിവർ ദുരന്ത മേഖലയിൽ എത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ക്രമസമാധാന വിഭാഗം ADGPയും വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തിരച്ചിൽ സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലോക്കൽ പോലീസ് മാത്രമല്ല, കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകൾ, റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയിൽ നിന്നെല്ലാമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ KAP 5ാം ബറ്റാലിയനിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും. വിവിധ ജില്ലകളിൽ നിന്ന് പോലീസിൻ്റെ ഡ്രോൺ സംഘങ്ങളെയും വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച 2 പോലീസ് നായ്ക്കളെയും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ പരിശീലനം ലഭിച്ച നായ്ക്കളെ ലഭ്യമാക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും മറ്റുമുള്ള യന്ത്രസാമഗ്രികളുമായി ബാംഗ്ലൂരിൽ നിന്നെത്തുന്ന കരസേനാ വിഭാഗങ്ങൾക്ക് തടസ്സം കൂടാതെ എത്തിച്ചേരുന്നതിനായി ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പരിക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള
എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വേഗത്തിൽ തന്നെ മരണപ്പെട്ടവരുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങളുടെ ജനിതക പരിശോധനകൾ നടത്തുന്നതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ദുരിത മേഖലകളിലും ഭക്ഷണവും മറ്റവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിന് വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഇടപെടലുകൾ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും നടത്തി വരുന്നുണ്ട്. റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത മേഖലയിലേക്ക് 20,000 ലിറ്റർ കുടിവെള്ളവുമായി ജലവിഭവ വകുപ്പിൻ്റെ 2 വാഹനങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിൽ പ്രാദേശികമായി ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറെ രാവിലെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കി വരുന്നു. ചൂരൽമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രിയും സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീമിനെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. സർജറി, ഓർത്തോപീഡിക്സ്, ഫോറൻസിക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികമായി നിയോഗിച്ചു. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർ സംഘവും സ്ഥലത്ത് എത്തുന്നതാണ്. അധിക മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കും. മൊബൈൽ മോർച്ചറികളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും. അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ മരുന്നുകളും മറ്റുപകരണങ്ങളും അധികമായി എത്തിച്ചു വരുന്നു. കനിവ് 108 ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന 108 റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളുടെ സൗകര്യങ്ങളനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു. ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലം ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലമല്ല. എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായി അറിയപ്പെടുന്ന മുണ്ടക്കൈ എന്ന സ്ഥലം തീവ്ര ദുരന്ത സാധ്യതാ പ്രദേശത്താണ്. ഒഴുകി വന്ന മണ്ണും ഉരുളും പാറകളും ഉരുൾപൊട്ടൽ ദുരന്ത സാധ്യതയില്ലാത്ത ചൂരൽമല അങ്ങാടി എന്ന പ്രദേശത്താണ് വന്നടിഞ്ഞിട്ടുള്ളത്. അത് പ്രഭവ കേന്ദ്രത്തിൻ്റെ 6 കിലോമീറ്റർ അകലെയാണ്. ഈ പ്രദേശം നിരപ്പായ പുഴയുടെ തീരവും വർഷങ്ങളായി ജനവാസമുള്ള മേഖലയുമാണ്. എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള പ്രദേശമല്ല. മഴ കനത്തതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇത് അപകടത്തിൻ്റെ വ്യാപ്തി കുറക്കുന്നതിന് കാരണമായി. ഇവിടെ ഓറഞ്ച് അലർട്ടാണ് നിലനിന്നിരുന്നത്. 64 മുതൽ 204 വരെ മില്ലിമീറ്റർ മഴ പെയ്യുമെന്നായിരുന്നു ഇന്നലെ ഉച്ചക്കുള്ള മുന്നറിയിപ്പ്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് പെയ്തത്. 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ മഴയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ചിലപ്പോഴെങ്കിലും പ്രവചനാതീതമാണ്.
അപ്രതീക്ഷിതമായ വൻമഴയും മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. നാം ഏറെ കാലമായി ജീവിക്കുന്ന പ്രദേശത്ത് മുൻപ് അത്തരം അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. എന്നാൽ മാറിയ സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും പാലിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറെക്കാലമായി താമസിക്കുന്ന ഇടമാണ്, മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ചിന്ത മാറ്റിവെച്ച് മാറി നിന്നാൽ മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാകൂ എന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. ആവശ്യമായ മുൻകരുതലുകളോടെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും നാശനഷ്ടങ്ങൾ പരമാവധി ലഘൂകരിക്കാനുമുള്ള പരിശ്രമം വിട്ടുവീഴ്ച കൂടാതെ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അത് മികച്ച ഫലം നൽകണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണ്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ കൃത്യമായി പാലിക്കാൻ എല്ലാവരും സന്നദ്ധരാവുക, ഓരോരുത്തരും അതിന് തയ്യാറാവുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഏകദേശം 3 കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും 8 കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 2 ട്രാൻസ്ഫോമർ ഒലിച്ചുപോയി. 3 ട്രാൻസ്ഫോമറുകൾ നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ട്രാൻസ്ഫോമറുകൾ പരിധിയിൽ ആ ട്രാൻസ്ഫോമർ പരിധിയിൽ ലൈനുകൾക്ക് സാരമായ കേടുപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 350ഓളം വീടുകളുടെ സർവീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തി വരികയാണ്. ദുരന്തബാധിത മേഖലയിലെ 7 ട്രാൻസ്ഫോമർ, അതിനുള്ളിൽ ഏകദേശം 1400 ഉപഭോക്താക്കൾ വരും. ഈ 7 ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ്. ക്യാമ്പുകളിലുള്ളവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും കുടിവെള്ളം, ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യം, ചെളി, മറ്റു വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും മലിനജലം കലർന്ന കിണറുകൾ വൃത്തിയാക്കിയെടുക്കുന്നതിനും റോഡുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ സംസ്ഥാനമാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വളരെ അവധാനതയോടുകൂടി ഭീതി പടർത്താതെ വിവരങ്ങൾ ജനങ്ങളിലേക്കും മറ്റ് ബന്ധപ്പെട്ടവരിലേക്കും എത്തിക്കുന്നതിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാണ് പ്രവർത്തിച്ചത്. കേരളമൊട്ടാകെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കേണ്ട ഈ വേളയിൽ മാധ്യമങ്ങൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് നല്ല രീതിയാണ്. അതോടൊപ്പം ദുരന്ത മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ സ്വന്തം സുരക്ഷ മുൻനിർത്തി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും അഭ്യർത്ഥിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക രീതിയുമാണ്.
പക്ഷെ അനാവശ്യമായ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യും. പറഞ്ഞറിയിക്കാൻ ആവാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്തമുഖത്താണ് നാടുള്ളത്. നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ്. ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിലാണ് പ്രാമുഖ്യം. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട, അതിൻ്റെ അകത്ത് പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളാണ് അവിടെ എത്തിപ്പെടേണ്ടത്. അല്ലാത്തവർ ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് പൊതുവെ നന്നാവുക. ആരോഗ്യവകുപ്പ്, പോലീസ്, റവന്യൂ വകുപ്പ്, താലൂക്ക് തല, IRS, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, വനം വകുപ്പ് ഇവയുടെയെല്ലാം നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവശ്യ സർവീസുകളിൽപ്പെട്ട கேரளாவில் ஏற்பட்ட நிலச்சரிவு தொடர்பாக தற்போது கேரள முதலமைச்சர் பினராயி விஜயன் பேசி வந்தார்.